എല്ലാവർക്കും നമസ്കാരം. 10th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 5ാമത്തെ ചാപ്റ്ററായ ഇലക്ട്രിക് എനർജി ഇലക്ട്രിക് എനർജി കൺസംപ്ഷൻ ആൻഡ് കൺസർവേഷൻ, വൈദ്യോർജ്ജം ഉപഭോഗവും സംരക്ഷണവും എന്ന ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്ററാണ്, എളുപ്പമാണ് കേട്ടോ. നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്, ഇലക്ട്രിക് എനർജി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം 9th ഇലക്ട്രിക് എനർജിനെ കുറിച്ച് പഠിച്ചായിരുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ച് പഠിച്ചായിരുന്നു കേട്ടോ. ആ ഒരു ചാപ്റ്റർ ഒന്ന് കാണുവാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. വീഡിയോയുടെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ആ ഒരു ചാപ്റ്റർ കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഇതിൽ ആവശ്യമായിട്ടുണ്ട് കേട്ടോ, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതൊന്ന് കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കണക്ഷൻ കിട്ടും കേട്ടോ. കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം, അതൊന്ന് കാണുക കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയേ, നിങ്ങളൊക്കെ വീഡിയോയിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളാണല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്, ലൈറ്റും ഫാനും എല്ലാം ഓൺ ആക്കി ഇട്ടിരിക്കുകയാണല്ലേ, എന്നിട്ട് സ്കൂളിൽ പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, ഫാനും ലൈറ്റും ആവശ്യമില്ലാതെ പ്രവർത്തിച്ചാൽ കറണ്ട് ബില്ല് എങ്ങനെ കൂടാതിരിക്കുന്നതെന്നാണ് അമ്മ ചോദിച്ചിരിക്കുന്നത് അല്ലേ. ആരും ശ്രദ്ധിക്കുന്നില്ല അല്ലേ. അപ്പം കുട്ടി എന്താണ് പറഞ്ഞാൽ, ഒരു ബൾബ് ഒരു ഫാനും അല്ലേ വർക്ക് ചെയ്യുന്നുള്ളൂ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ഇതൊക്കെ നിങ്ങൾ കാണുന്ന, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്, വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ അച്ഛനൊക്കെ നിങ്ങളെ വഴക്ക് പറയാറുണ്ടായിരിക്കാം. അപ്പോൾ ഈ കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഫാനും ഒരു ബൾബും ഉള്ളു. പക്ഷെ ഒരു ഫാനും ഒരു ബൾബും ആണെങ്കിലും എന്തുമാത്രം എനർജിയാണ് അവിടെ വേസ്റ്റ് ആയി പോകുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം കറണ്ട് ബില്ല് കൂടുന്നതൊക്കെ പറയുന്നില്ല. അപ്പം ഒരു ബൾബും ഒരു ഫാനും വർക്ക് ചെയ്യുമ്പോൾ എന്തുമാത്രം അവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. അപ്പം അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഡെയിലി ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ഇലക്ട്രിക് എക്യുപ്മെൻസുകളുണ്ട്. ഈ ചിത്രത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് എന്താണ്, ഇൻഡക്ഷൻ കുക്കറുണ്ട്, കെറ്റിലുണ്ട്, അയൺ ബോക്സ് ഉണ്ട്, ബൾബുണ്ട്, ഡ്രില്ലർ അല്ലേ, അല്ലാതെ വേറെ ഒരുപാട് ഡിവൈസുകളൊക്കെ അല്ലേ, ടി വി ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, വാഷിംഗ് മെഷീന് അല്ലേ, അങ്ങനെ പലതരം സാധനങ്ങളില്ലേ. വാഷിംഗ് മെഷീനുണ്ട്, ഫ്രിഡ്ജ്, ടി വി, അങ്ങനെ എല്ലാ സാധനങ്ങളും അല്ലേ, പലതരത്തിലുള്ള സാധനങ്ങളും ഇലക്ട്രിക് എനർജി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നവയാണ് അല്ലേ. അപ്പോൾ ഇതിലെല്ലാം എന്താണ് നമ്മൾ കൊടുക്കുന്നത്, എന്താണ്, ഇലക്ട്രിക് എനർജിയാണ് കൊടുക്കുന്നത് അല്ലേ. ഇലക്ട്രിക് എനർജിയാണ് നമ്മൾ ഇതിലെല്ലാം കൊടുക്കുന്നത്. പക്ഷേ ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ഒരേ രീതിയിലാണോ, അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ, എല്ലാത്തിൻ്റെയും ഫംഗ്ഷൻ ഒരുപോലെയാണോ, അല്ലെങ്കിൽ കൊടുക്കുന്ന ഇലക്ട്രിക് എനർജി ഒരേ ആവശ്യത്തിനാണ് ഇതിലെല്ലാം ഉപയോഗിക്കുന്നത്? അല്ല, ഇതെന്താണ്, ഡ്രില്ല് ചെയ്യുക അല്ലേ. ഡ്രില്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, അവിടെ ഒരു മെക്കാനിക്കൽ വർക്കാണ് ഇല്ലേ. കെറ്റിൽ ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിയുമ്പോൾ ഇതെന്താണ്, ചൂടാവും അല്ലേ, വെള്ളം ചൂടാകാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അയൺ ബോക്സ് എന്താണ്, ചൂടാവാൻ ഇല്ലേ, ചൂടാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ എന്താണ്, ബൾബ് എന്താണ്, അവിടെ ലൈറ്റ് എനർജിയാണ് ഇല്ലേ, പ്രകാശോർജ്ജമാണ് അവിടെ കൊടുക്കുന്നത്. നമ്മൾ പക്ഷെ ഇതിലേക്കെല്ലാം കൊടുക്കുന്നത് എന്താണ്, ഇലക്ട്രിക് എനർജിയാണ്. അപ്പം എല്ലാ വൈദ്യുപകരണങ്ങളും ഒരേ ആവശ്യത്തിനാണോ നമ്മൾ ഉപയോഗിക്കുന്നത്? അല്ല ഇല്ല, ഓരോന്നിനും ഓരോ പർപ്പസുകളാണ് ഇല്ല. അതായത് ഈ ഉപകരണങ്ങളൊക്കെ എന്താണ്, വൈദ്യോർജ്ജത്തെ വ്യത്യസ്ത ഊർജ്ജരൂപങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇലക്ട്രിക് എനർജീനെ വ്യത്യസ്ത ഊർജ്ജരൂപങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ, അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദീസ് അപ്ലയൻസസ് കൺവേർട്ട് ഇലക്ട്രിക് എനർജി ഇൻറ്റു ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി. ഈ ഉപകരണങ്ങൾ എങ്ങനെയാണ് വൈദ്യോർജ്ജത്തെ വ്യത്യസ്ത രൂപങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. ഇങ്ങനെയാവുകയാണെങ്കിൽ നമ്മുടെ മിക്സി ഉണ്ടല്ലോ, നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന മിക്സി ഇല്ലേ, മിക്സിയിലേക്ക് നമ്മൾ എന്താണ്, ഇലക്ട്രിക് എനർജിയാണ് കൊടുക്കുന്നത് അല്ലേ, ഇലക്ട്രിക് എനർജിയാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെ എനർജി അവിടെ ആയി മാറുന്നുണ്ട്, പറയാമല്ലോ, എന്തൊക്കെ എനർജി ആയിട്ട് അവിടെ മാറുന്നുണ്ട്? മെക്കാനിക്കൽ എനർജി അല്ലേ, മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ ഏത് എനർജിയാണ്? സൗണ്ട് എനർജി അല്ലേ, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ റൊട്ടേഷനാണ് അല്ലേ. റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, അവിടെ മെക്കാനിക്കൽ എനർജിയാണ്. സൗണ്ട് എനർജി ഇല്ലേ, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാം കുറച്ചു നേരം എന്താണ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ചൂടാവുന്നതായിട്ട് കാണാം. അപ്പോൾ ഹീറ്റ് എനർജി അവിടെ റിലീസ് ചെയ്യുന്നുണ്ട് അല്ലേ മിക്സി പ്രവർത്തിക്കുമ്പോൾ. പക്ഷെ നമുക്ക് ആവശ്യം എന്താണ്, മെക്കാനിക്കൽ എനർജിയാണ് നമുക്ക് അവിടെ ആവശ്യമുള്ളത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പം മിക്സി നമ്മൾ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിൽ നമ്മൾ മിക്സിയിലേക്ക് ഇലക്ട്രിക് എനർജിയാണ് കൊടുത്തത്. ഇവിടെ എല്ലാം നമ്മൾ എന്താണ്, ഇലക്ട്രിക് എനർജിയാണ് കൊടുത്തതല്ലേ. ഇലക്ട്രിക് എനർജി പല രൂപത്തിലുള്ള ഊർജ്ജമായിട്ട് മാറുന്നുണ്ട് അല്ലേ. മെക്കാനിക്കൽ എനർജി, സൗണ്ട് എനർജി, ഹീറ്റ് എനർജി ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. പക്ഷേ ഈ എല്ലാ എനർജിയും നമുക്ക് ആവശ്യമായിട്ടുണ്ടോ? ഇല്ല. ഏതാണ്, മെക്കാനിക്കൽ എനർജി മാത്രമേ നമുക്ക് അവിടെ ആവശ്യമായിട്ടുള്ളൂ അല്ലേ. ഗ്രൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, മെക്കാനിക്കൽ റൊട്ടേഷൻ അല്ലേ, റൊട്ടേഷനാണ് അവിടെ നടക്കുന്നത്. മെക്കാനിക്കൽ എനർജി ആണ് അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇല്ല, എല്ലാ എനർജിയുടെയും ആവശ്യം നമുക്ക് അവിടെ ഇല്ല, മെക്കാനിക്കൽ എനർജി മാത്രം മതി. ക്ലിയർ ആയല്ലോ. അപ്പോൾ അങ്ങനെ ആവുകയാണെങ്കിൽ ഞാൻ നോക്കിയത്, ദ യൂസ്ഫുൾ ഫോം ഓഫ് എനർജി ഇൻ ടു വിച്ച് എ ഡിവൈസ് കൺവേർട്ട്സ് ഇലക്ട്രിക് എനർജി ഈസ് കൺസിഡേർഡ് ആസ് ദ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് ഓൺ ദാറ്റ് ഡിവൈസ്. മനസ്സിലായ പറഞ്ഞത്? വൈദ്യോർജ്ജമാണ് നമ്മൾ എല്ലാത്തിലേക്കും കൊടുക്കുന്നത്. ആ വൈദ്യോർജ്ജത്തെ ഒരു ഉപകരണം പ്രയോജനപ്രദമായ ഏത് ഊർജ്ജ രൂപത്തിലേക്കാണോ മാറ്റുന്നത്, അതായിരിക്കും അതിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തിന്റെ ഫലമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്.
ശരിയല്ലേ? മിക്സി പ്രവർത്തിക്കുന്നുണ്ട്, മിക്സി കൊടുക്കുമ്പോൾ പലതരത്തിലുള്ള ഇലക്ട്രിക് എനർജി കൊടുത്തു, പലതരത്തിലുള്ള എനർജി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഉപയോഗം എന്താണ് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതായിരിക്കും ആ ഒരു ഉപകരണത്തിൻ്റെ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അതായത് മിക്സിയുടെ അവിടുത്തെ എഫക്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ടിൻ്റെ എഫക്റ്റ് എന്താണ്? മെക്കാനിക്കൽ അല്ലേ? മെക്കാനിക്കൽ വർക്കാണ് അവിടെ നടക്കുന്നത് ഇല്ലേ? മെക്കാനിക്കൽ വർക്ക് അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് അവിടെ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ പറഞ്ഞത്? ഇവിടെ നോക്കിയാൽ ഇവിടെ ചിത്രം കൊടുത്തിരിക്കുന്നുണ്ടോ? ഇലക്ട്രിക് എനർജിയാണ് എല്ലാത്തിലും കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്താണ്? ഇവിടെ ചൂടാവുന്നു, ഹീറ്റ് എനർജി അല്ലേ? ഇവിടെ എന്താണ്? ലൈറ്റ് എനർജി. ഇവിടെ ഹീറ്റ് എനർജി ഉണ്ടാകുന്നുണ്ട്, ലൈറ്റ് എനർജി ഉണ്ടാകുന്നുണ്ട്, സൗണ്ടും എല്ലാം അല്ലേ? നമുക്കറിയാം ടി വി ഒക്കെ അല്ലെ കമ്പ്യൂട്ടറൊക്കെ പ്രവർത്തിക്കുമ്പോൾ ചൂടാവുന്നുണ്ട്, ഹീറ്റ് എനർജി ഉണ്ട്, ലൈറ്റ് എനർജി ഉണ്ട് ഇല്ലേ? സൗണ്ട് എനർജി ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് എന്തൊക്കെയാണ്? ലൈറ്റ് എനർജിയും സൗണ്ട് എനർജിയാണ് നമുക്ക് അവിടെ ആവശ്യമായിട്ടുള്ളത് ഇല്ലേ? ഇവിടെ നോക്കിയാൽ മിക്സിയുടെ കേസിൽ എന്താണ്? മൂവ് ചെയ്യുകയാണ്. അപ്പം മെക്കാനിക്കൽ എനർജിയാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. അപ്പം എല്ലാത്തിലേക്കും നമ്മൾ ഇലക്ട്രിക് എനർജി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഏത് ഊർജ്ജരൂപം, അതിനാവശ്യമുള്ള ഊർജ്ജരൂപം ഏതാണോ അതിലേക്കാക്കി മാറ്റും. അതായിരിക്കും ആ ഒരു ഡിവൈസിൻ്റെ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഇല്ലേ? അല്ലെങ്കിൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഓൺ ദാറ്റ് ഡിവൈസ്. മനസ്സിലാക്കോട്ടെ? അത് യൂസ്ഫുൾ ഫോം ഓഫ് എനർജി ഇൻ ടു വിച്ച് എ ഡിവൈസ് കൺവേർട്സ് ഇലക്ട്രിക് എനർജി ഈസ് കൺസിഡേർഡ് ആസ് ദ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഓൺ ദാറ്റ് ഡിവൈസ്. ഓക്കെ ആണല്ലോ? ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു ടേബിൾ ആണ് കേട്ടോ. എന്താണ് ടേബിളിൽ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. കുറേ ഡിവൈസുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ് ഡിവൈസുകൾ? ഇലക്ട്രിക് കെറ്റിൽ, മിക്സി ഇല്ല, ഇലക്ട്രിക് കെറ്റിലുണ്ട്, മിക്സി ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? ഇലക്ട്രിക് ഫാൻ ഉണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെ ഫംഗ്ഷൻ നമുക്കറിയാമല്ലോ. ഇലക്ട്രിക് കെറ്റിലാണെങ്കിൽ എന്തിനാണ്? ഹീറ്റ്സ് വാട്ടർ അല്ലേ? വെള്ളം ചൂടാക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ ഏതാണ്? ഇലക്ട്രിക് എനർജി നമ്മളവിടെ കൊടുത്തു, എന്തെനർജി ആയിട്ട് മാറുന്നുണ്ട്? ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നുണ്ട്. ഇലക്ട്രിക് കറണ്ടിൻ്റെ എഫക്റ്റ് എന്താണ്? ഹീറ്റിംഗ് എഫക്റ്റ് ആണ് ഇല്ല? കറണ്ട് കൊടുത്തപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്തായിട്ട് മാറി? ഹീറ്റിംഗ് എഫക്റ്റ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക് കറണ്ടിൻ്റെ ഫലം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇല്ല, അങ്ങനെയല്ലേ നമുക്ക് പറയാൻ സാധിക്കുന്നത്? ഇലക്ട്രിക് കറണ്ടിൻ്റെ ഫലം അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവിടെ ഹീറ്റിംഗ് എഫക്റ്റ് ആണ്, അതായത് താപഫലമാണ് അവിടെ ഉണ്ടായത്. മനസ്സിലായല്ലോ? ഇനി മിക്സിയുടെ കേസിൽ എന്താണ് സംഭവിക്കുന്നത്? മിക്സിനെ ഗ്രൈൻഡ് ചെയ്യുന്നു നമുക്ക് പറയല്ലേ? ഗ്രൈൻഡ് ചെയ്യുന്നുണ്ടല്ലേ? ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്, പിന്നെന്താണ്? മിക്സ് ചെയ്യുന്നുണ്ടല്ലേ? ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്, മിക്സ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലേ? മിക്സേഴ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ അവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ ഏതാണ്? ഇലക്ട്രിക് എനർജിയാണ്. ഇലക്ട്രിക് എനർജി എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്? മെക്കാനിക്കൽ എനർജി ഇല്ലേ? ഇലക്ട്രിക് എനർജി എന്തായിട്ട് മാറുന്നുണ്ട്? മെക്കാനിക്കൽ എനർജി കേട്ടോ. എന്ന് ഞാൻ എഴുതിയിരിക്കുന്ന മെക്കാനിക്കൽ എനർജി എന്നാണ് കേട്ടോ. ഇലക്ട്രിക് എനർജി എന്തായിട്ട് മാറി? മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറി ഇല്ല? അവിടുത്തെ ഇലക്ട്രിക് കറണ്ടിന്റെ എഫക്റ്റ് എന്തായിരിക്കാം? മെക്കാനിക്കൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പഠിച്ചല്ലേ, മിക്സി വർക്ക് ചെയ്യുന്ന എന്താണ്? മോട്ടോഴ്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പം ഇലക്ട്രിക് കറണ്ട് കൊടുത്തപ്പോൾ അത് എന്ത് ഫലമായിട്ട് അവിടെ മാറി? മാഗ്നറ്റിക് എഫക്റ്റ് ആയിട്ടാണ് അവിടെ മാറിയത് അല്ലേ? ഇലക്ട്രിക് കറണ്ട് അല്ലേ? ഇലക്ട്രിക് കറണ്ടിന്റെ ഫലം എന്താണ് അവിടെ? മാഗ്നറ്റിക് എഫക്റ്റ് എന്ന് പറയാം അല്ലേ? മാഗ്നറ്റിക് എഫക്റ്റ്, അതായത് കാന്തിക ഫലം. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പം ഇലക്ട്രിക് കറണ്ടിന്റെ കാന്തിക ഫലമാണ് അവിടെ മിക്സിയിൽ സംഭവിച്ചത്. അവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ ഏതാണ്? ഇലക്ട്രിക് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറി. ഓക്കെ ആണല്ലോ? ഇനി ഇലക്ട്രിക് അയൺ ബോക്സിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തു, അപ്പോൾ എന്താണ്? ഹീറ്റ് ആവുന്നുണ്ട് അല്ലേ? ഹീറ്റ് ആവുന്നുണ്ട്. പിന്നെ എന്താണ്? ഹീറ്റ്സ് ആൻഡ് എന്താണ്? ക്ലോത്തിനൊക്കെ പ്രസ് ചെയ്യുമല്ലേ? ഹീറ്റ്സ് ആൻഡ് പ്രസ് ക്ലോത്ത്സ് എന്ന് പറയാം കേട്ടോ. അതായത് തുണികളൊക്കെ പ്രസ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അതായത് നമ്മൾ ചൂടായി കഴിയുമ്പോൾ തുണികളൊക്കെ നല്ല പ്രസ്സാകാൻ വേണ്ടിയാണ് നമ്മൾ ഇലക്ട്രിക് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടുത്തെ എനർജി കൺവേർഷൻ ഏതാണ്? ഇലക്ട്രിക് എനർജി ഇല്ലേ? ഇലക്ട്രിക് എനർജി നമ്മൾ കൊടുത്തു, എനർജി ആയിട്ട് മാറി? ഹീറ്റ് എനർജി ആയിട്ട് മാറില്ലേ? ഹീറ്റ് എനർജി, ഇലക്ട്രിക് എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് കറണ്ട് ഏത് ഫലമാണ്? എഫക്റ്റ് ആണ് ഇവിടെ ഉണ്ടായത്? ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറയാം അല്ലേ? ഹീറ്റിംഗ് എഫക്റ്റ് ആണ്, താപഫലമാണ് അല്ലെ? താപഫലമാണ് അവിടെ ഉണ്ടായത്. ഇനി അങ്ങനെയാണ് ബൾബാന്ന് ചോദിച്ചാൽ ഇലക്ട്രിക് ബൾബ്. സപ്പോസ് ഇലക്ട്രിക് ബൾബ് ആണെങ്കിൽ എന്താണ് അവിടെ ഫംഗ്ഷൻ? എന്താണ്? പ്രൊഡ്യൂസ് ലൈറ്റ് എന്ന് പറയാം അല്ലേ? അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? പ്രൊഡ്യൂസ് ലൈറ്റ് എന്ന് പറയാം അല്ലേ? പ്രൊഡ്യൂസ് ലൈറ്റ് ആണ്. അപ്പോൾ എന്താണ്? ഇവിടുത്തെ ഇലക്ട്രിക് എനർജി എനർജി ആയിട്ട് മാറുവാണ് ചെയ്തത്? ലൈറ്റ് എനർജി ആയിട്ട് മാറുവാണ് അല്ലേ? ലൈറ്റ് എനർജി. ഇവിടുത്തെ എഫക്റ്റ് എന്താണ്? ലൈറ്റിംഗ് എഫക്റ്റ് എന്ന് പറയാമല്ലേ? ഇവിടുത്തെ എഫക്റ്റ് അതാണ്, ലൈറ്റിംഗ് എഫക്റ്റ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരുപാട് ഡിവൈസുകളുണ്ട്, നിങ്ങളുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് ഡിവൈസുകളൊക്കെ ഉണ്ടല്ലോ. അവിടെ എല്ലാം എന്താണ്? ഇങ്ങനത്തെ എനർജി കൺവേർഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രിക് എനർജിയുടെ മറ്റൊരു എഫക്റ്റ്, ഇലക്ട്രിക് എനർജിയുടെ മാഗ്നറ്റിക് എഫക്റ്റ് നമ്മൾ പഠിച്ചതല്ലേ? നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച, 4th ചാപ്റ്ററിൽ പഠിച്ച ഇലക്ട്രിക് എനർജി കൊടുത്തു കഴിഞ്ഞപ്പോൾ മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട് ഇല്ല? അത് പഠിച്ചത്. അതുപോലെ തന്നെ ഇലക്ട്രിക് എനർജി കൊടുത്തു കഴിയുമ്പോൾ പലതരത്തിലുള്ള എഫക്റ്റുകൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഏത് എഫക്റ്റാണ്? ഹീറ്റ് എനർജിയാണ് കേട്ടോ, അല്ലെങ്കിൽ ഹീറ്റിംഗ് എഫക്റ്റിനെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ? ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് കുറച്ച് ഡിവൈസും അതിൻ്റെ എനർജി കൺവേർഷനും ഒക്കെ. ഇത് നമുക്ക് പോലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, 1 മാർക്കിൻ്റെ ഒക്കെ ആയിട്ട്.
ഡിവൈസ് എന്നിട്ട് അവിടുത്തെ എനർജി കൺവേർഷൻ ഏതാണ്, അവിടുത്തെ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഏതൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാറുണ്ട് 1 മാർക്കിൻ്റെ ഒക്കെ ആയിട്ട്. അപ്പം നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇതാ നോക്കുക, ഇലക്ട്രിക് ബൾബിൽ എന്താണ് ഇലക്ട്രിക് എനർജി ലൈറ്റ് എനർജി ആയിട്ട് മാറുവാണെങ്കിൽ ലൈറ്റിംഗ് എഫക്റ്റ് ആണ്. ഇലക്ട്രിക് ഫാൻ ഇല്ലേ, ഇലക്ട്രിക് ഫാൻ എന്താണ് ഇലക്ട്രിക് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുവാണെങ്കിൽ അല്ലേ. അപ്പം മെക്കാനിക്കൽ എഫക്റ്റ് ആണ്. മെക്കാനിക്കൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ മോട്ടർ ആയതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് എഫക്റ്റ് എന്ന് പറയാം കേട്ടോ. മാഗ്നറ്റിക് എഫക്റ്റ് എന്ന് പറയാം കേട്ടോ. മെക്കാനിക്കൽ എഫക്റ്റ് ആണ്. അതായത് മോട്ടർ ആണല്ലോ, ഫാനിലൊക്കെ എങ്ങനെയാണ് മോട്ടർ അല്ലേ, മോട്ടർ ഉണ്ടല്ലോ ഫാനിൽ, മനസ്സിലായല്ലോ. ഇനി ഇലക്ട്രോ മാഗ്നറ്റ് നമ്മൾ പഠിച്ചതാണല്ലോ അല്ലേ. ഇലക്ട്രിക് എനർജി മാഗ്നറ്റിക് എനർജി ആയിട്ട് മാറുകയാണ്, അവിടെ മാഗ്നറ്റിക് എഫക്റ്റ് ആണ്. ഇനി സ്റ്റോറേജ് ബാറ്ററി നിങ്ങൾ കണ്ടല്ലോ, വണ്ടികളുടെയൊക്കെ കാറിൻ്റെയൊക്കെ ബാറ്ററി ഉണ്ടല്ലോ, അതാണ് സ്റ്റോറേജ് ബാറ്ററി എന്ന് ഉദ്ദേശിക്കുന്നു കേട്ടോ. അത് ചാർജ് ചെയ്യുന്ന സമയത്ത് ചാർജ് ചെയ്യുക, വൈൽ ചാർജിങ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. ചാർജ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക് എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറുകയെന്ന് അല്ലേ. അവിടെ ബാറ്ററിയുടെ അറിയാമല്ലോ, സ്റ്റോറേജ് ബാറ്ററി, അതിനകത്ത് ഇലക്ട്രോഡ്സ് ഉണ്ടാവും, ഇലക്ട്രോലൈറ്റ്സും ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ കെമിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കെമിക്കൽ എഫക്റ്റ് ആണ് അവിടെ ഉണ്ടാകുന്നത്. ഇനി ഇലക്ട്രിക് അയൺ ബോക്സ് നമ്മൾ പറഞ്ഞു, ഇലക്ട്രിക് എനർജി ഹീറ്റിംഗ് എനർജി ആയിട്ട് മാറുന്നു, അവിടുത്തെ ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. ബസർ അറിയാലോ, സൗണ്ട് കേൾക്കുമല്ലോ, അപ്പം ഇലക്ട്രിക് എനർജി സൗണ്ട് എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സൗണ്ടിങ് എഫക്റ്റ് കേട്ടോ, സൗണ്ടിങ് എഫക്റ്റ് ആണ് അവിടെ. ദെൻ സോൾഡറിങ് അയൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇലക്ട്രോണിക് കമ്പോണൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ കൂട്ടി യോജിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സോൾഡറിങ് അയൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവിടെ ഇലക്ട്രിക് എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറുമായിരുന്നു കേട്ടോ. ഇലക്ട്രിക് എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറും, ചൂടായിട്ടാണ് കേട്ടോ, ചൂടായിട്ടത് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. ക്ലിയർ ആയല്ലോ. അപ്പം ഈ ഡിവൈസസിലെല്ലാം നമ്മൾ എന്താണ് കൊടുത്തത്, ഇലക്ട്രിക് എനർജി. ഇവിടെയെല്ലാം നമ്മൾ കൊടുത്തത് എന്താണ്, ഇലക്ട്രിക് എനർജിയാണ്. നമ്മളിവിടെ എല്ലായിടത്തും കൊടുത്തത്, ഈ സിറ്റുവേഷൻസിലെല്ലാം കൊടുത്ത ഇലക്ട്രിക് എനർജിയാണ്. അത് പല എനർജി ഫോമിലേക്ക് മാറുവാണ് ചെയ്യുന്നത്. അവിടെ നടക്കുന്ന വൈദ്യുതിയുടെ ഫലം അല്ലേ വ്യത്യസ്തമാണ്. ഓക്കെ ആണല്ലോ. ഞാൻ പറഞ്ഞു ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഹീറ്റിംഗ് എഫക്റ്റിനെ കുറിച്ചാണ് കേട്ടോ. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലും എനർജി കൺവേർഷൻ ആണ് കേട്ടോ ഈ ഒരു സെക്ഷനിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഓർത്ത് വെച്ചോളൂ, പഠിച്ചു വെച്ചോളൂ, 1 മാർക്കിൻ്റെ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ നമ്മൾ കുറെ ഡിവൈസ് കണ്ടില്ല, ഇതിലൊക്കെ താപഫലം അല്ലെങ്കിൽ ഹീറ്റിംഗ് എഫക്റ്റ് ഏതൊക്കെയാണ് ഉണ്ടാകുന്നത്. ഇലക്ട്രിക് അയൺ കണ്ടു ഇല്ലേ, സോൾഡറിങ് അയൺ കണ്ടു ഇല്ലേ. ഇതൊക്കെ എന്താണ്, ഇലക്ട്രിക് ഹീറ്റർ ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണ്, ഹീറ്റിംഗ് എഫക്റ്റിന്റെ ഫലമായിട്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസുകളാണ്. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പം ഇലക്ട്രിക് എനർജി എന്തായിട്ട് മാറുന്നുണ്ട്, ഹീറ്റ് എനർജി ആയിട്ട് മാറുവാണ്. അതാണ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഒരു എഫക്റ്റ് യൂട്ടിലൈസ് ചെയ്യുന്ന ഡിവൈസിന് നമുക്ക് എന്ത് പറയാം, ഹീറ്റിംഗ് അപ്ലയൻസസ് എന്ന് പറയാം. കണ്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെ എല്ലാം എന്താണ്, ഇലക്ട്രിസിറ്റി കൊടുത്തു, ഇവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്താണെന്ന് അറിയാം, ഈ വാട്ടർ ഹീറ്ററിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. വെള്ളം ചൂടാക്കാൻ വേണ്ടിയൊക്കെ മെയിൻലി നമ്മൾ വാട്ടർ ഹീറ്ററിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. വെള്ളം ചൂടാകാൻ വേണ്ടി അതിൻ്റെ അകത്തേക്ക് ഇടുവാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചൂടാവും. അപ്പോൾ ഇത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, അതനുസരിച്ചിട്ട് വെള്ളം ചൂടാവും. ഇത് നമുക്കറിയാം ടോസറാണ് അല്ലേ. ഇത് ഇലക്ട്രിക് ഹീറ്ററാണ് കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഹീറ്ററാണ്. ഇതാണ് കേട്ടോ സോൾഡറിങ് അയൺ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം ഇത് നമ്മൾ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇല്ലേ, ചെറിയ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സോൾഡറിങ് അയൺ ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ. ഇതാ നോക്കുക, ദ കൺവേർഷൻ ഓഫ് ഇലക്ട്രിക് എനർജി മെയിൻലി ഇൻറ്റു ഹീറ്റ് എനർജി ഈസ് ദ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. വൈദ്യുതോർജം പ്രധാനമായും താപോർജമായി മാറുന്നതാണ് വൈദ്യുതിയുടെ താപഫലം. മനസ്സിലായല്ലോ. വൈദ്യുതോർജം പ്രധാനമായിട്ടും താപോർജമായിട്ട് മാറുന്നതാണ് വൈദ്യുതിയുടെ താപഫലം. അപ്ലയൻസസ് ദാറ്റ് യൂട്ടിലൈസ് ദിസ് എഫക്റ്റ് ആർ ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസ്. ഇത് പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് വൈദ്യുത താപന ഉപകരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസിന് എക്സാമ്പിളൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എഴുതാം. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിയുമ്പോൾ അത് ചൂടാവുന്നു പറഞ്ഞില്ല. അപ്പോൾ ചൂടാണെന്നുണ്ടെങ്കിൽ അതിലെന്താണ്, ഈ ഒരു കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കണ്ടില്ല, ഇലക്ട്രിക് ഹീറ്റർ ഇത് കണ്ടില്ല, ഇതൊരു കോയിലാണ് കേട്ടോ. ഇതൊരു കോയിലാണ്. ആ കോയിൽ നമുക്ക് എല്ലാ കോയിലും വെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എല്ലാ ഒരു കണ്ടക്ടറും വെക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇരുമ്പ് വെക്കാൻ പറ്റില്ല, അലുമിനിയം വെക്കാൻ പറ്റില്ല. അങ്ങനെ എന്താണ് ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട്. അപ്പം അവിടെ ഉപയോഗിക്കുന്ന ചില പ്രത്യേക തരത്തിലുള്ള കണ്ടക്ടേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതേതാണ് ആ കണ്ടക്ടേഴ്സ് നമുക്ക് നോക്കാം. ചൂടാവണമെന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പ്ലഗ് നമുക്കറിയാം എന്താണ്, തേപ്പൂട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അയൺ ബോക്സിലൊക്കെ ഇങ്ങനെയാണ് കുത്തുമ്പോഴേ നമുക്ക് ഇല്ലേ ഒരു 5 മിനിറ്റ് ആകുമ്പോൾ നല്ല ചൂടാവും, പെട്ടെന്ന് ചൂടാവും ഇല്ലേ. അപ്പം അങ്ങനെ പെട്ടെന്ന് ചൂടാവണമെന്നുണ്ടെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന കോയിലുകളുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ കുറച്ച് കണ്ടക്റ്റിംഗ് കോയിലുണ്ട്. ആ കോയിലിന് ചില പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് അത് പെട്ടെന്ന് ചൂടാവുന്നത്. ഇപ്പം നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് നേരം ആ ചൂട് നിൽക്കുമല്ലോ. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം അതെന്താണ് ആ പ്രത്യേകതകൾ, അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന കോയിൽ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ,
ഇവിടെ ഒരു എക്സ്പെരിമെന്റ് ആണ് കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു നിക്രോം വയർ കണ്ടോ, ഇതാണ് ഉപയോഗിച്ചത്. നിക്രോം വയർ ആണ് കേട്ടോ, നിക്രോം വയർ ആണ്. അതൊരു 9 വോൾട്ട് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ക്ലിയർ ആയല്ലോ. എന്നിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുക. സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതാണ് നിക്രോം വയർ കേട്ടോ. നിക്രോം വയർ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിലേക്ക് എന്ത് സംഭവിക്കും. ഇലക്ട്രിക് എനർജി വരും. ഇലക്ട്രിക് എനർജി വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിങ്ങനെ ചുട്ടുപഴുതി ഇങ്ങനെ റെഡ് ഹോട്ട് കണ്ടീഷനിൽ ഇരിക്കും. മനസ്സിലാവുന്നത്? ചുട്ടുപഴുത് ചുവന്നിരിക്കുന്നതാണ് പെട്ടെന്ന് തന്നെ. മനസ്സിലാവുന്നുണ്ട്? ഇങ്ങനെ ചുവന്ന് ചുട്ടുപഴുത്ത റെഡ് ഹോട്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്, അതായത് ചുട്ടുപഴുത്ത് ചുവന്നിരിക്കും, നല്ല എന്താണ് ചൂടായിരിക്കും അതിൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്തതിനു ശേഷം നിക്രോം കമ്പി നിരീക്ഷിക്കുമ്പോൾ എന്ത് മാറ്റം കാണാൻ സാധിക്കും. അത് റെഡ് ഹോട്ട് കണ്ടീഷനിൽ, അത് റെഡ് ഹോട്ട് കണ്ടീഷനിൽ വന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ബിക്കംസ് റെഡ് ഹോട്ട് കണ്ടീഷൻ എന്ന് പറയാം കേട്ടോ. ബിക്കംസ് റെഡ് ഹോട്ട് കണ്ടീഷൻ. റെഡ് ഹോട്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ചുവന്ന് എന്താണ് പഴുത്തിരിക്കുക, ചുട്ടു പഴുത്തിരിക്കുക എന്നൊക്കെ പറയില്ല, ആ ഒരു കണ്ടീഷനാണ് നമ്മൾ റെഡ് ഹോട്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം അതിന് കാരണം എന്താണ്, നമുക്കറിയാം ഇലക്ട്രിസിറ്റി കൊടുത്തു, നിക്രോം കമ്പിയിലൂടെ എന്താണ് കറണ്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, അവിടെ ഹീറ്റ് എനർജി ഉണ്ടാവുന്നുണ്ട് അല്ലെ. നമുക്കറിയാം ഇവിടെ എന്താണ് റെഡ് ഹോട്ട് കണ്ടീഷൻ ആണ്. അതുപോലെ തന്നെ ബിക്കംസ് ഹോട്ട് എന്നും പറയാം കേട്ടോ. റെഡ് ഹോട്ട് കണ്ടീഷൻ ആൻഡ് ഓൾസോ ബിക്കംസ് ഹോട്ട് കേട്ടോ. ആദ്യമേ നമുക്കറിയാം ബിക്കംസ് ഹോട്ട് എന്ന് പറയാം, ബിക്കംസ് ഹോട്ട് ആൻഡ് ദെൻ ബിക്കംസ് റെഡ് ഹോട്ട് കണ്ടീഷൻ എന്ന് പറയാം കേട്ടോ. ആദ്യമേ ചൂടാവും അല്ലേ, ഹീറ്റ് എനർജി ഉണ്ടാകുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലോണം കുറച്ച് നേരം നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, അത് ചുട്ടുപഴുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇതിലേക്കൂടെ കറണ്ട് കൊടുത്തു വിട്ടേ, കറണ്ട് കൊടുത്തു വിടുമ്പോൾ ഹീറ്റ് ഉണ്ടാകുന്നുണ്ടല്ലേ, ഹീറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മളൊരു പേര് പറയും, ഓമിക് ഹീറ്റിംഗ് എന്ന് പറയും കേട്ടോ. ഓമിക് ഹീറ്റിംഗ്, ഓമിക് ഹീറ്റിംഗ് അല്ലെങ്കിൽ വേറൊരു പേരും പറയും ജൂൾ ഹീറ്റിംഗ് എന്നും പറയും കേട്ടോ. ഓമിക് ഹീറ്റിംഗ് അല്ലെങ്കിൽ ജൂൾ ഹീറ്റിംഗ് കേട്ടോ, ജൂൾ ഹീറ്റിംഗ് എന്നും പറയും. രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിയുമ്പോൾ അവിടെ ഹീറ്റ് എനർജി ആയിട്ട് മാറുവാണെന്നുണ്ടെങ്കിൽ, അത് ഹീറ്റ് എനർജി ആണ്, അവിടെ ഹീറ്റിംഗ് എഫക്റ്റ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഓമിക് ഹീറ്റിംഗ് എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ല? അതൊരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രയോഗിക്കുമ്പോൾ താപോർജ്ജം കേട്ടോ, ഹീറ്റ് എനർജിയാണ് രൂപപ്പെടുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ജൂൾ ഹീറ്റിംഗ്, ജൂൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓമിക് ഹീറ്റിംഗ്. ക്ലിയർ ആയല്ലോ. ഇനി ഇപ്പം നോക്കി, ഇതൊരു ഡിവൈസ് ആണെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ എന്താണ് ഇവിടെ താപോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം താപോർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് ഹീറ്റിംഗ് എലമെന്റ് എന്ന് പറയും. അപ്പം ഏതിലേക്കാണോ നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത്, അപ്പം കൊടുത്തു കഴിയുമ്പോൾ അവിടെ ഹീറ്റായിട്ട് മാറുന്ന ഒരു കമ്പോണന്റ് കാണുമല്ലോ, അപ്പം അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഹീറ്റിംഗ് എലമെന്റ് എന്ന് പറയും. അപ്പം ഇവിടുത്തെ ഹീറ്റിംഗ് എലമെന്റ് ഏതാണ്, ഈ നിക്രോം ആണ് ഹീറ്റിംഗ് എലമെന്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിയുമ്പോൾ അവിടെ ഹീറ്റ് എനർജി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഏതൊരു കമ്പോണൻ്റ് ആണോ അവിടെ ഹീറ്റ് എനർജി എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഹീറ്റിംഗ് എലമെന്റ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയാലും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെൻ കറന്റ് പാസസ് ത്രൂ ദ നിക്രോം വയർ ഹീറ്റ് എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് അല്ലേ. ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ് വെൻ ഇലക്ട്രിസിറ്റി ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഈസ് ജൂൾ ഹീറ്റിംഗ് ഓർ ഓമിക് ഹീറ്റിംഗ്. മനസ്സിലായോ? ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനമാണ് ജൂൾ ഹീറ്റിംഗ് അഥവാ ഓമിക് ഹീറ്റിംഗ്. The part used to produce heat energy in heating appliances is a heating element. Heating appliances ഉണ്ടല്ലോ, താപന ഉപകരണങ്ങളിൽ താപോർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഭാഗത്തെ നമ്മൾ എന്താണ് പറയുന്നത്, ഹീറ്റിംഗ് എലമെന്റ് ആണെന്ന്, ഹീറ്റിംഗ് എലമെന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഹീറ്റിംഗ് എലമെന്റ് ഏതാണ്, നിക്രോം ആണ്. മനസ്സിലായല്ലോ? അപ്പം നിക്രോം ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതാ നോക്കിയാൽ നമ്മൾ ഈ അയൺ ബോക്സ് അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രിക് ഹീറ്റർ ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നിക്രോം ആണ് കേട്ടോ. അയൺ ഇതുകൊണ്ടല്ലേ ഇലക്ട്രിക് ഹീറ്ററിൽ കണ്ടില്ല ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാ നോക്കി, ഇത് കണ്ടില്ലേ, ഇത് നിക്രോം ആണ് കേട്ടോ. അപ്പം നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിയുമ്പോൾ ഇതാ ഈ ഒരു കണ്ടീഷനിലേക്ക് മാറും. നമ്മുടെ അയൺ ബോക്സ് ഉണ്ടല്ലോ, ഹീറ്റിംഗ് കോയിൽ അയൺ ബോക്സിലേക്ക് ഇതുപോലെ തന്നെയാണ് കേട്ടോ, നിക്രോം ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, കുറച്ച് കഴിയുമ്പോൾ ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിയുമ്പോൾ അത് നല്ലോണം ചൂടായിട്ട് ഇതാ ഇങ്ങനെ റെഡ് ഹോട്ട് കണ്ടീഷനിൽ ഈ ഒരു കണ്ടീഷനിലേക്ക് അത് വരും. മനസ്സിലാവുന്നല്ലോ? അപ്പം ഇലക്ട്രിക് ഹീറ്റർ അല്ലെങ്കിൽ എന്താണ് അയൺ ബോക്സ് ഇതൊക്കെ ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് എലമെന്റ് ഏതാണ്, അത് ചോദിക്കും കേട്ടോ. ഏതാണ്, നിക്രോം ആണ് ഉപയോഗിക്കുന്നത്. ഹീറ്റിംഗ് എലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്, നിക്രോം ആണ്. ഹീറ്റിംഗ് കോയിൽ അവിടെ ഉപയോഗിക്കുന്നതിന് ആ ഹീറ്റിംഗ് എലമെന്റ് നമ്മൾ ഹീറ്റിംഗ് കോയിൽ എന്നൊക്കെ പറയാം കേട്ടോ. അതേതാണ്, നിക്രോം ആണ്. ഹീറ്റിംഗ് കോയിൽ എന്ന് പറഞ്ഞാൽ നിക്രോം ആണ്. അതെന്ന് പറഞ്ഞാൽ അലോയി ആണ് കേട്ടോ. ഇറ്റ്സ് മെയ്ഡ് ഓഫ് ആൻ അലോയി. അലോയി എന്ന് വെച്ചാൽ എന്താണ്, ലോഹസങ്കരം. ലോഹസങ്കരം എന്ന് പറയല്ലേ. അതായത് അപ്ലയൻസസിൽ ഹീറ്റിംഗ് കോയിൽ അല്ലെങ്കിൽ ഹീറ്റിംഗ് എലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്, നിക്രോം ആണ്. നിക്രോമിന്റെ പ്രത്യേകത എന്താണ്, നിക്രോം എന്ന് വെച്ചാൽ ഒരു അലോയി ആണ്. അലോയി എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ലോഹസങ്കരം, അതായത് നിക്കൽ കേട്ടോ. നിക്കല്, പിന്നെ ഏതാണ് ക്രോമിയം, നിക്കല് ക്രോമിയം, പിന്നെ ഏതാണ് അയൺ കേട്ടോ. നിക്കല് ക്രോമിയം അയൺ, ഇത് മൂന്നും കൂടെ ചേർന്നതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, നിക്രോം എന്ന് പറയുന്നത്.
മനസ്സിലാക്കോട്ടോ. നിക്രോം എന്ന് പറഞ്ഞാൽ ഒരു അലോയി ആണ്. അലോയി എന്തിൻ്റെയൊക്കെ അലോയാണ്? നിക്കല്, ക്രോമിയം, അയൺ. കേട്ടോ, ഇതും കൂടെ മൂന്നും കൂടെ ചേർന്ന ലോഹ സങ്കരമാണ് നിക്രോം. അപ്പം നിക്രോം ആണ് ഇങ്ങനെയുള്ള ഡിവൈസസിലൊക്കെ എന്താണ് ഹീറ്റിംഗ് എലമെന്റ് അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ. ഈ ഉപകരണങ്ങൾ പൊതുവായി കാണപ്പെടുന്ന ഭാഗത്ത് ഹീറ്റിംഗ് കോയിൽ, ഇത് കോയിൽ കണ്ടില്ലേ, കോയിൽ പോലെ ഇരിക്കുന്നത് കേട്ടോ. ഇത് കാണാമല്ലോ, കോയിൽ പോലെയാണ് ഉപയോഗിക്കുക. അതിന് നമ്മൾ ഹീറ്റിംഗ് കോയിൽ എന്നാണ് പറയുന്നത്. നിക്രോം ആണ് കേട്ടോ. നിക്രോം എന്ന ലോഹസങ്കരം ഉപയോഗിച്ചാണ് ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കുന്നത്. പ്രത്യേകം ഓർത്തോണം കേട്ടോ, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിൻ്റെ ഇതൊക്കെ പോയിന്റുകളാണ് കേട്ടോ. അതായത് ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസിൽ ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് കോയിൽ ഏതാണ്? നിക്രോം ആണ്. നിക്രോം ഈസ് ആൻ അലോയ് ഓഫ് നിക്കൽ, ക്രോമിയം ആൻഡ് അയൺ. ഇനി എന്തുകൊണ്ടാണ് ഈ നിക്രോം ഉപയോഗിക്കാൻ കാരണം? നിക്രോമിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ചുട്ടുപഴുത്ത് നിൽക്കുകയല്ലേ ചെയ്യുന്നത്. ഇങ്ങനെ ചുട്ടുപഴുത്ത് ഒരുപാട് നേരം നിൽക്കും. ഒരുപാട് നേരം ആ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അവിടെ നിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് നേരം കൂടെ ആ എനർജി ഹീറ്റിംഗ് എഫക്റ്റ് അവിടെ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത, ഇതിന് ഹൈ റെസിസ്റ്റിവിറ്റി ആയിരിക്കും. റെസിസ്റ്റിവിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഓർക്കുന്നുണ്ടോ? റെസിസ്റ്റൻസ് ഒക്കെ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് അല്ലേ? പ്രതിരോധം എന്നാണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ റെസിസ്റ്റിവിറ്റി എന്ന് വെച്ചാൽ നിക്രോമിന് ഈ ഹൈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്ന ഒരു കഴിവുണ്ട്. അതിനെയാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ചെറിയൊരു നിക്രോം ആണെങ്കിൽ പോലും അതിന് കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അത് പ്രതിരോധം ഉണ്ടാക്കാൻ കഴിയും. അതൊരു പ്രോപ്പർട്ടിയാണ്. പിന്നെ ഇങ്ങനെ റെഡ് ഹോട്ട് കണ്ടീഷൻ ഒരുപാട് നേരം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഹൈ മെൽറ്റിംഗ് പോയിന്റ് എന്നൊക്കെ പറയാൻ കേട്ടോ. അത് പെട്ടെന്നൊന്നും ഉരുകിപ്പോയില്ല. ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. മെൽറ്റിംഗ് പോയിന്റ് ഹൈ ആണ്. മനസ്സിലായല്ലോ. പിന്നെ ഒരു പ്രത്യേകത ഓക്സിഡേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയും കേട്ടോ. ഓക്സിഡേഷൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തോ ഉദ്ദേശിക്കുന്നത്? ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പം നമ്മൾ ഹൈ ടെമ്പറേച്ചറല്ല വരുന്നത്. മനസ്സിലാവുന്നുണ്ട് പറഞ്ഞു. ഹൈ ടെമ്പറേച്ചർ ഇലക്ട്രിക് എനർജി കൊടുത്തു കഴിയുമ്പോൾ ചൂടാകുമ്പോൾ ഹൈ ടെമ്പറേച്ചറാണ് വരുന്നത്. അപ്പം ആ ഹൈ ടെമ്പറേച്ചറിൽ ഓക്സിജനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ട് അത് നശിച്ചു പോയില്ല. അത്ര ഉള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഓക്സിഡേഷൻ സംഭവിക്കും. അപ്പം അങ്ങനെ ഓക്സിഡേഷൻ സംഭവിക്കുകയല്ല. അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇതിനുണ്ട് നിക്രോമിന്. അത് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്താൽ കത്തിപ്പോവുമല്ലേ. അങ്ങനെ ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷനെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് എന്തുണ്ട്? നിക്രോമിനുണ്ട്. അതുകൊണ്ടാണ് നിക്രോം ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ നിൽക്കണമല്ലേ. അയൺ ബോക്സിനാണെങ്കിലും നമ്മൾ കുത്തി കഴിയുമ്പം ചൂട് നിൽക്കണം. പെട്ടെന്ന് ചൂടാവണം. അതുപോലെ പൊട്ടി ഉരുകി പോകാനൊന്നും പറ്റില്ല. ഇല്ല, നമ്മൾ തേക്കുമ്പോൾ കുറേ നേരം തേക്കുമല്ലോ. അപ്പം ഹൈ ടെമ്പറേച്ചർ വന്നു കഴിയുമ്പോൾ അത് ഉരുകി പോകാനൊന്നും പറ്റില്ല. റെസിസ്റ്റിവിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ അത് ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസോടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ, അതായത് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത്? നിക്രോം ഉപയോഗിക്കുന്നത്. ഓർത്തോണം കേട്ടോ. ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത് നിക്രോം ആണ്. എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ എന്തൊക്കെ പെക്യൂലിയാരിറ്റീസ് നിക്രോമിനുണ്ട് ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ്. അതായത് ഓക്സിഡേഷൻ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇസ് ദി എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു റെസിസ്റ്റ് കൊറോഷൻ ഡ്യൂ ടു കോണ്ടാക്ട് വിത്ത് ഓക്സിജൻ ഓർ അതർ ഓക്സിഡൈസേഴ്സ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. എന്താണ് ഉയർന്ന ഓക്സിഡേഷൻ പ്രതിരോധം എന്ന് പറഞ്ഞു. എന്താണ് ഈ ഓക്സിഡേഷൻ പ്രതിരോധം എന്ന് പറഞ്ഞാൽ? ഇവിടെ എഴുതിയിട്ടുണ്ട്. ഉയർന്ന താപനിലയിൽ ഒരു വസ്തുവിന് ഓക്സിജനുമായിട്ടോ മറ്റ് ഓക്സീകാരങ്ങളുമായോ ഉള്ള സമ്പർക്കത്തിന്റെ ഫലമായുള്ള നാശനത്തെ പ്രതിരോധിക്കാനുള്ള കഴിവ്. അതിനാണ് ഓക്സിഡേഷൻ പ്രതിരോധം എന്ന് പറഞ്ഞത്. ക്ലിയർ ആയല്ലോ. പിന്നെ അതുപോലെ തന്നെ എബിലിറ്റി ടു പ്രൊവൈഡ് ഹീറ്റ് എനർജി ഫോർ എ ലോങ് ടൈം ഇൻ എ റെഡ് ഹോട്ട് സ്റ്റേറ്റ്. ചുട്ടുപഴുത്ത അവസ്ഥയിൽ ദീർഘനേരം താപോർജ്ജം നൽകാനുള്ള കഴിവുണ്ട്. ഹൈ റെസിസ്റ്റിവിറ്റി ഡ്യൂ ടു ദിസ് പ്രോപ്പർട്ടി ഈവൻ എ നിക്രോം വയർ ഓഫ് ഷോർട്ട് ലെങ്ത് ആൻഡ് പ്രൊവൈഡ് സഫിഷ്യൻറ്റ് റെസിസ്റ്റൻസ്. ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉള്ളതുകൊണ്ട് ചെറിയൊരു നീളം നിക്രോമിന് പോലും ആവശ്യമായിട്ട് പ്രതിരോധം ലഭ്യമാക്കാൻ കഴിയും. ഓരോ വസ്തുക്കൾക്കും ഓരോ കണ്ടക്ടേഴ്സിനും ഓരോരോ പ്രതിരോധമാണുള്ളത്. അതുപോലെ തന്നെ റെസിസ്റ്റിവിറ്റിയും വ്യത്യാസമായിരിക്കും. അലൂമിനിയത്തിൻ്റെ റെസിസ്റ്റിവിറ്റി അല്ല നിക്രോമിനുള്ളത്. ഹൈ റെസിസ്റ്റിവിറ്റിയാണ് നിക്രോമിനുള്ളത്. അതുകൊണ്ടാണ് നിക്രോം ഒരു ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റുകളൊക്കെ കേട്ടോ. എന്തൊക്കെ പ്രത്യേകതകളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം. ഞാൻ ഇച്ചിരി ഷോർട്ട് ആക്കിയത് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ പ്രത്യേകതകളാണ്? ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ട്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്, പിന്നെ എന്താണ്? എബിലിറ്റി ടു റിമൈൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. മനസ്സിലായല്ലോ.
അതുപോലെ തന്നെ ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസും ഉണ്ട്, ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, അതുപോലെ തന്നെ ചുട്ടുപഴുത്ത അവസ്ഥയിൽ ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിലനിൽക്കാനുള്ള കഴിവുണ്ട്, ഉയർന്ന ഓക്സിഡേഷൻ പ്രതിരോധവും. ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നിക്രോം. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം, ഇങ്ങനെ പോയിന്റ് ആയിട്ട് തന്നെ പഠിച്ചോളുക. ചോദിക്കും, ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഈ ഒരു ചാപ്റ്ററിൽ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പറയാം കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നിക്രോം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ നിക്രോം ഇല്ലേ, നിക്രോം ഹീറ്റിംഗ് ഓയിലായിട്ട് ഉപയോഗിക്കാൻ കാരണം. ചോദിക്കാം, എന്തുകൊണ്ടാണ് നിക്രോം ഹീറ്റിംഗ് ഓയിലായിട്ട് ഉപയോഗിക്കാൻ കാരണം എന്ന് ചോദിക്കാം. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ഇലക്ട്രിക് ഹീറ്റർ, അയൺ ബോക്സ് ഒക്കെ കണ്ടു, ഇതിലെല്ലാം ഹീറ്റിംഗ് ഓയിലാണ്. ഇനി ഹീറ്റിംഗ് ഓയിൽ ഉപയോഗിക്കാത്ത ഡിവൈസുകളുണ്ട്. ഇലക്ട്രിക് എനർജി കൊടുത്തു കഴിയുമ്പോൾ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസുകളൊക്കെ ഉണ്ട്. നമുക്കറിയാം ഇൻഡക്ഷൻ കുക്കർ ഇല്ല, ഇൻഡക്ഷൻ കുക്കറിൽ ഇലക്ട്രിസിറ്റി കൊടുക്കുക, അവിടെ ഉണ്ടാകുന്ന എനർജി ഏതാണ്? ഹീറ്റ് എനർജിയാണ്. അതുപോലെ മൈക്രോവേവ് ഓവനിലൊക്കെ എന്താണ്? ഹീറ്റ് എനർജി അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക് എനർജി കൊടുത്തു കഴിയുമ്പോൾ ഹീറ്റ് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഹീറ്റിംഗ് ഓയിൽ അല്ല, അതായത് ഹീറ്റിംഗ് ഓയിൽ അല്ലാതെ പ്രവർത്തിക്കുന്ന അപ്ലയൻസസുകളൊക്കെ ഉണ്ട് കേട്ടോ. ഹീറ്റിംഗ് അപ്ലയൻസസുകളൊക്കെ ആണ് ഇൻഡക്ഷൻ കുക്കർ, മൈക്രോവേവ് ഒക്കെ. അപ്പം ഈ ഇൻഡക്ഷൻ കുക്കറിലൊക്കെ എന്ന് വെച്ചാൽ മാഗ്നറ്റിക് കേട്ടോ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഡക്ഷൻ കുക്കർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് എ കണ്ടിന്യൂസ്ലി വേരി മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസസ് ഹീറ്റ് ഇൻ എ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന കാന്തിക മണ്ഡലം, കാന്തിക വസ്തുക്കളിൽ താപം ഉൽപ്പാദിപ്പിക്കുന്നു എന്നൊരു പ്രിൻസിപ്പിൾ, അതനുസരിച്ചിട്ടാണ് ഇൻഡക്ഷൻ കുക്കർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് ചോദിക്കാം വേണമെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഹീറ്റിംഗ് ഓയിൽ ഇല്ലാത്ത ഒരു ഹീറ്റിംഗ് അപ്ലയൻസസ് ഇൻഡക്ഷൻ കുക്കർ. അതുപോലെ തന്നെ മൈക്രോവേവ് ഓവൻ കേട്ടോ. ഓൺലി ഫുഡ്സ് വിത്ത് വാട്ടർ കണ്ടന്റ് ക്യാൻ ബി കുക്ക്ഡ് യൂസിങ് എ മൈക്രോവേവ് ഓവൻ. ഫുഡ്സ് ആർ കുക്ക്ഡ് ബൈ കൺവേർട്ടിംഗ് മൈക്രോവേവ് ഇൻറ്റു ഹീറ്റ് എനർജി. മൈക്രോവേവ്സും ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ജലാംശമുള്ള വസ്തുക്കളൊക്കെയാണ് നമ്മൾ മൈക്രോവേവിൽ കുക്ക് ചെയ്യുന്നത് കേട്ടോ. വേവ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. മൈക്രോവേവ്സ് എന്തായിട്ട് മാറുന്നുണ്ട്? ഹീറ്റ് എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് അവിടെ പാചകം ചെയ്യുന്നത്. അപ്പം ഇവിടെയും ഇത് രണ്ടും എന്താണ്? ഇലക്ട്രിക് അപ്ലയൻസസ് ആണ്. അവിടെ ഹീറ്റ് എനർജി ഇല്ല, ഹീറ്റ് എനർജിയാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ അവിടെ തന്നെ ഹീറ്റിംഗ് ഓയിൽ ഇല്ല. അപ്പം ഹീറ്റിംഗ് ഓയിൽ ഇല്ലാത്ത ഹീറ്റിംഗ് അപ്ലയൻസസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എഴുതാം, ഇൻഡക്ഷൻ കുക്കറും മൈക്രോവേവും. അതെങ്ങനെയാണെന്ന് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ഏതൊക്കെ ഡിവൈസുകളാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ പറഞ്ഞു നിക്രോം ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇല്ലേ. നിക്രോം നമ്മൾ ഹീറ്റിംഗ് ഓയിലായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റിവിറ്റി ആണെന്ന് പറഞ്ഞു ഇല്ല. അതാ നോക്കിയാൽ ഒരു ടേബിൾ കൊടുത്തിരിക്കുന്നുണ്ടോ, കുറേ മെറ്റീരിയലിന് റെസിസ്റ്റിവിറ്റി കൊടുത്തിരിക്കുന്നുണ്ടോ? സിൽവർ, കോപ്പർ, അലൂമിനിയം, ടങ്സ്റ്റൺ, ഓരോന്നിനെയും കൊടുത്തിരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഏതിനാണ്? അതെ, 100 ഇൻറ്റു 10⁻⁻8 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിക്രോമിനാണ് കേട്ടോ. നിക്രോമിനാണ് ഹൈ റെസിസ്റ്റിവിറ്റി. ആ ഹൈ റെസിസ്റ്റിവിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രധാനമായിട്ടുള്ളൊരു പോയിന്റാണ് നിക്രോമിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഹൈ റെസിസ്റ്റിവിറ്റി. ഹൈ റെസിസ്റ്റിവിറ്റി ഉള്ളതുകൊണ്ടാണ് മെൽറ്റ് ചെയ്ത് പോകാൻ നിൽക്കുന്നു, റെഡ് ഹോട്ട് കണ്ടീഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അതാ നോക്കിയാൽ എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ? റെസിസ്റ്റിവിറ്റി ഈസ് വൺ ഓഫ് ദ ഇൻട്രിൻസിക് പ്രോപ്പർട്ടീസ് ഓഫ് എ മെറ്റീരിയൽ ദാറ്റ് മെയിൻലി ഡിറ്റർമൈൻസ് ദ റെസിസ്റ്റൻസ് വിച്ച് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കണ്ടക്ടർ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വൈദ്യുത പ്രതിരോധം എന്ന കേട്ടോ, വൈദ്യുത പ്രതിരോധം എന്ന ചാലകങ്ങളുടെ സവിശേഷത. നമുക്കറിയാം എന്താണ് കണ്ടക്ടേഴ്സിന് എന്താണ്? റെസിസ്റ്റൻസ് ഉണ്ട്. ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ്, കണ്ടക്ടേഴ്സിലേക്ക് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിയുമ്പോൾ എന്താണ്? അതിനെ പ്രതിരോധിക്കാനുള്ള, ആ കണ്ടക്ടറിന് അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവുണ്ട് ഇല്ലേ. ആ പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ പ്രതിരോധം എന്ന ചാലകങ്ങളുടെ സവിശേഷതയെ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. വൈദ്യുത പ്രതിരോധം എന്ന ചാലകങ്ങളുടെ സവിശേഷതയെ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഘടകങ്ങളൊന്നാണ് പദാർത്ഥത്തിന്റെ തനത് സ്വഭാവങ്ങളൊന്നായ റെസിസ്റ്റിവിറ്റി. അത് ഓരോ പദാർത്ഥത്തിനും ചില പ്രോപ്പർട്ടീസ് കാണുകയല്ലേ. ഇപ്പൊ അലൂമിനിയത്തിന് പ്രോപ്പർട്ടി ആയിരിക്കില്ല നിക്രോമിന്, അല്ലെങ്കിൽ അലൂമിനിയത്തിന് പ്രോപ്പർട്ടി ആയിരിക്കില്ല സിൽവറിന്. മനസ്സിലല്ല? അപ്പൊ അതാണ് അതിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. പ്രതിരോധിക്കണം, കറണ്ട് പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കണം, ആ കറണ്ടിനെ പ്രതിരോധിക്കണം ഇല്ലേ. അപ്പം ആ ഒരു പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ പദാർത്ഥത്തിനും അത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഓർത്തോളൂ കേട്ടോ, റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഓരോന്നിനും വ്യത്യസ്തമായിരിക്കും. ഇനി നമ്മൾ എന്താണ് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, ഓംസ് ലോയുടെ ബേസിൽ പഠിച്ചതാണ്. ഓംസ് ലോ ഓർക്കുന്നുണ്ടോ? ഓംസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? വി പ്രപ്പോർഷണൽ ടു ഐ ഇല്ലേ, അല്ലെങ്കിൽ എന്താണ് I പ്രപ്പോർഷണൽ ടു വി എന്ന് പറയാം ഇല്ലേ. കറണ്ട് ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലേ, പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്, നേർ അനുപാതത്തിലാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതിനെ നമ്മളെങ്ങനെയാണ് പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് ഉപയോഗിച്ചു. അതിനെയാണ് നമ്മൾ R എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ്, ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ആണ് നമ്മൾ പറഞ്ഞു. ക്ലിയർ ആണല്ലോ?
അപ്പം നമ്മൾ ഇങ്ങനെ ഒരു കണ്ടക്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കണ്ടക്ടറിന് എന്താണ് റെസിസ്റ്റൻസ് ഉണ്ടെന്ന്. അപ്പോൾ ഇതൊരു കണ്ടക്ടറാണ് കേട്ടോ, ഇതൊരു കണ്ടക്ടറാണ്. കണ്ടക്ടറിന് എന്താണ് റെസിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞു, ഇല്ല റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ആ കണ്ടക്ടറിന്റെ റെസിസ്റ്ററിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു. ലെങ്തും അതുപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും പഠിച്ചായിരുന്നു. ലെങ്തും അതുപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമാണ് ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്നത് പഠിച്ചായിരുന്നു. അതെങ്ങനെയാണ് അതിന്റെ റിലേഷൻ ഓർക്കുന്നുണ്ടോ? റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പൊ ഇവിടെ നമ്മൾ ഇതിനെ പ്രപ്പോർഷണാലിറ്റീസ് ആയി മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റന്റ് ഉപയോഗിക്കും. ആ കോൺസ്റ്റന്റ് റോ എന്ന് പറയും കേട്ടോ. റോ ഇൻറ്റു L/A എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ റോയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് കേട്ടോ. റോയിനെ നമ്മൾ എന്താണ് പറയുന്നത്? റെസിസ്റ്റിവിറ്റി. മനസ്സിലായല്ലോ? റെസിസ്റ്റിവിറ്റി നമ്മൾ പറഞ്ഞു എന്താണ്? ആ കണ്ടക്ടർ ഉണ്ടല്ലോ അതിനെ പ്രതിരോധിക്കാനുള്ള അതിൻ്റെ ഒരു പ്രോപ്പർട്ടി ആണെന്ന് നമ്മൾ പറഞ്ഞു. അതാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞു. അപ്പം റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ലെങ്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ആണെന്ന് നമ്മൾ പറഞ്ഞു. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് റെസിസ്റ്റിവിറ്റി. ഈ റെസിസ്റ്റിവിറ്റി എന്നാണ് ഓരോന്നിനും വ്യത്യാസമായിരിക്കും. അപ്പം ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. ഓർമ്മയുണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന. R is equal to റോ ഇൻറ്റു L/A. ഈ റോയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ഈ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇക്വേഷൻ കണ്ടായിരുന്നു R is equal to റോ ഇൻറ്റു L/A എന്ന് കണ്ടു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് റോയുടെ ഇക്വേഷൻ എടുക്കാമല്ലോ. റോ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? റോയിനെ മാത്രം അവിടെ നിർത്തുക. റോ ഈസ് ഈക്വൽ ടു ഈ ആറും എയും കൂടെ എടുക്കാം. R/L എന്ന് പറയാം. R എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എന്താണ്? ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ അത് കോൺസ്റ്റന്റ് ആയിരിക്കുമല്ലോ റെസിസ്റ്റൻസ്. ഒരു കണ്ടക്ടർ എടുത്തു, ഇതാണ് കണ്ടക്ടർ എന്ന് ചോദിച്ചാൽ അതിന്റെ ലെങ്ത് ഫിക്സഡ് ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഫിക്സഡ് ആണ്. മനസ്സിലാവുന്നുള്ള പറഞ്ഞു. അപ്പം ലെങ്ത് ഇതാന്ന് നോക്കിയേ. ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് 1 മീറ്ററും ലെങ്ത് 1 മീറ്റർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 മീറ്റർ സ്ക്വയർ ആണെന്ന് വിചാരിച്ചു. അപ്പം എങ്ങനെയായിട്ട് മാറും ഇക്വേഷൻ? റോ ഈസ് ഈക്വൽ ടു R ആയിട്ട് മാറും അല്ലേ? അല്ലെങ്കിൽ എന്താണ് ഇവിടെ നോക്കിയാൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 മീറ്റർ സ്ക്വയർ വരുവാണെന്നുണ്ടെങ്കിൽ എന്തായിട്ട് മാറും? R ഈസ് ഈക്വൽ ടു റോ ആയിട്ട് മാറും. അതായത് ഒരു കണ്ടക്ടറിന്റെ ലെങ്ത് 1 മീറ്ററും, മനസ്സിലാക്കട്ടോ, ഒരു കണ്ടക്ടറിന്റെ ലെങ്ത് 1 മീറ്റർ, അതുപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 മീറ്റർ സ്ക്വയർ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിട്ട് മാറും? റെസിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു റെസിസ്റ്റിവിറ്റി എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ യൂണിറ്റ് നമ്മൾ ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ ഇതാണ് കേട്ടോ. ഈ റെസിസ്റ്റിവിറ്റിയുടെ അതായത് റോ ഈസ് ഈക്വൽ ടു RA/L ആണ് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ. അപ്പം അങ്ങനെ ആവണമല്ലോ യൂണിറ്റ് കണ്ടുപിടിക്കാമല്ലോ. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് നമുക്കറിയാം ഓം ആണ്. ഏരിയ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? മീറ്റർ സ്ക്വയർ വരും. ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്ററും ആണ്. അപ്പോൾ അതാ ഈ മീറ്ററും പോയി കഴിയുമ്പോൾ എന്ത് വരും? ഓം മീറ്റർ എന്ന് പറയും. അപ്പം ഓം മീറ്റർ ഇതാണ് യൂണിറ്റ് ഓഫ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ആണ് ഓം മീറ്റർ. യൂണിറ്റ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ. ഇതിനെ നമ്മൾ റോ എന്നാണ് വായിക്കുന്നത്. RHO റോ എന്നാണ് വായിക്കുന്നത്. റെസിസ്റ്റിവിറ്റി റോ ആണ്, അതിൻ്റെ യൂണിറ്റ് ആണ് ഓം മീറ്റർ. മനസ്സിലായ? ആ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ കേട്ടോ. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ വിത്ത് ആൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 സ്ക്വയർ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് വെച്ചാൽ 1 മീറ്റർ സ്ക്വയർ ആണെന്ന് പറഞ്ഞു. അതുപോലെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മീറ്റർ. ലെങ്ത് 1 മീറ്റർ ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഈക്വൽ ടു റെസിസ്റ്റിവിറ്റി ആണെന്ന് പറയും. മനസ്സിലായി? അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുന്ന റോ എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടാണ്. ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഓം മീറ്റർ. കണ്ടല്ലോ? ഓം മീറ്റർ ആണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇതാ നോക്കി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ലേൺ ദാറ്റ് ദ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ആർ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം തന്നെ. അതുപോലെ തന്നെ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. നേച്ചർ എന്ന് വെച്ചാൽ ആ മെറ്റീരിയലിൻ്റെ പ്രത്യേകത, അതാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ദ റിലേഷൻ ഓഫ് റെസിസ്റ്റൻസ് വിത്ത് ദീസ് ഫാക്ടേഴ്സ് ഈസ് ഗിവൺ ബൈ ഏതാണ്? R ഈസ് ഈക്വൽ ടു റോ L/L. അപ്പം റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ R ഈസ് ഈക്വൽ ടു റോ L/, എന്താണ്? A ആണ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ. റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ ഏതാണ്? റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ കണ്ടു. റോ ഈസ് ഈക്വൽ, അതിനെ റീഅറേഞ്ച് ചെയ്യുക. റോ ഈസ് ഈക്വൽ ടു RA/L. അപ്പോൾ യൂണിറ്റ് ഏതാണ്? ഓം മീറ്റർ ആണ്. ക്ലിയർ ആയല്ലോ? ഇനി ഈ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ റോ കണ്ടല്ലോ. ഈ റോയുടെ റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കലിനെ നമ്മൾ പറയുന്ന പേരാണ്, അതായത് റെസിപ്രോക്കൽ എങ്ങനെയാണ് എഴുതുന്നത്? റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ 1/ρ. ഈ 1/ρനെ നമ്മൾ പറയുന്ന പോലെ കണ്ടക്ടിവിറ്റി എന്ന് പറയും കേട്ടോ. കണ്ടക്ടിവിറ്റി ഇതാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അതായത് കണ്ടക്ടിവിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ദിസ് ഈസ് എ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. വൈദ്യുതി കടത്തിവിടാനുള്ള ഒരു പദാർത്ഥത്തിന്റെ കഴിവാണ് അതിന്റെ കണ്ടക്ടി അല്ലെങ്കിൽ ചാലകത എന്ന് പറയുന്നത് അല്ലേ. ഒരു
ഒരു കണ്ടക്ടറിൽ കൂടെ നമ്മൾ വൈദ്യുതി കടത്തി വിടുവാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, അത് കണ്ടക്റ്റീവ് ആണെന്ന് പറയാം. അപ്പോൾ ആ ഒരു കഴിവിനെ, എബിലിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയും. ആ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ആ റെസിസ്റ്റിവിറ്റിയുടെ വിൽക്രമമായിരിക്കും കണ്ടക്ടിവിറ്റി. ക്ലിയർ ആയല്ലോ? അപ്പോൾ കണ്ടക്ടിവിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സിഗ്മ എന്ന് വെച്ചാൽ ലെറ്റർ വെച്ചിട്ടാണ് കണ്ടക്ടിവിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സിഗ്മ ഈസ് ഈക്വൽ ടു 1/ρ ആണ്. ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ആണ് കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു. കണ്ടക്ടിവിറ്റി ഈസ് എ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ആണ്. സിഗ്മ ഈസ് ഈക്വൽ ടു 1/ρ ആണ്. ഓക്കെ ആണല്ലോ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ ഹീറ്റിംഗ് അപ്ലയൻസസുകളെ കുറിച്ച് പഠിച്ചു. അവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു സെക്ഷനിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. എനർജി കൺവേർഷൻ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അവിടുത്തെ എഫക്റ്റുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ഹീറ്റിംഗ് എഫക്റ്റ് ആണ് പഠിച്ചത്. അതിൽ നിക്രോമിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് കേട്ടോ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നിക്രോം, എന്തുകൊണ്ടാണ് നിക്രോം ഉപയോഗിക്കുന്നത് അത് പഠിക്കുക. പിന്നെ ഇതുപോലെ തന്നെ റെസിസ്റ്റിവിറ്റി കേട്ടോ, എന്താണ് റെസിസ്റ്റിവിറ്റി, റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് കേട്ടോ, റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷന്, റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ ഒരു സെക്ഷനാണ് കേട്ടോ കവർ ചെയ്തത്. എല്ലാവരും പഠിക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. നോട്ടുകളൊക്കെ നിങ്ങൾ ഷോർട്ട് നോട്ടായിട്ടൊക്കെ എഴുതി വെക്കുക. അപ്പോൾ ഇത്രയും സെക്ഷൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത സെക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്